അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. ദാറുൽ മുബീൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ മുറാദുകൾ ഹാസിലാക്കി തരട്ടെ, നമ്മളെ വിഷമങ്ങൾ അകറ്റി തരട്ടെ, ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ. എൻ്റെ പ്രിയമുള്ള മുത്തുമുഅ്മിനീങ്ങളെ, ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കുന്നത് 786 ബിസ്മി ചൊല്ലിയാൽ നമ്മൾക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ചും എങ്ങനെയാണ് ചൊല്ലേണ്ടത്, എപ്പോഴാണ് ചൊല്ലേണ്ടത്, എത്ര ദിവസമാണ് ചൊല്ലേണ്ടത് എന്നതിനെക്കുറിച്ചുമാണ്. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. നമ്മളൊക്കെ നമ്മളെ നിത്യജീവിതത്തിൽ എല്ലാ ദിവസവും 17 തവണ നിർബന്ധമായും പറയേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ആയത്താണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളത്. നിസ്കാരത്തിൽ മാത്രമല്ല, നിസ്കാരം കഴിഞ്ഞാലും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് നാം ചൊല്ലിക്കഴിഞ്ഞാൽ ഒട്ടനവധി അനുഗ്രഹങ്ങൾ അള്ളാഹു നമ്മൾക്ക് നൽകുമെന്ന് മഹത്തുക്കൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ സാധാരണയായി എപ്പോഴും കേൾക്കുന്നതാണ് 786 തവണ ബിസ്മി ചൊല്ലുക എന്നുള്ളത്. എന്നാൽ 786 തവണ ബിസ്മി ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ലഭിക്കുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾക്കൊന്ന് പരിശോധിച്ചു നോക്കാം. ഒന്നാമത്തെ ഗുണം, തടസ്സപ്പെട്ട കാര്യങ്ങൾ പൂർത്തിയാകുമെന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ തുടങ്ങിയിട്ടുണ്ടാവും. ചിലപ്പോൾ കച്ചവടമായിരിക്കും, അതല്ലെങ്കിൽ വീട് പണിയായിരിക്കും. അങ്ങനെ പലതും നമ്മൾ തുടങ്ങി അത് പൂർത്തിയാക്കാൻ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരായിരിക്കാം. എന്നാൽ എൻ്റെ പ്രിയമുള്ളവരെ, 786 തവണ ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ ബിസ്മി ചൊല്ലിക്കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് തടസ്സപ്പെട്ട കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പൂർത്തിയാക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. അതുപോലെ രണ്ടാമത്തെ ഗുണം, സാമ്പത്തികമായ അഭിവൃദ്ധി അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. എല്ലാ ആളുകൾക്കും ആവശ്യം എന്താ? സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകണമെന്നുള്ളതാണ്. കാരണം ഈ ദുനിയാവിൽ ജീവിക്കണമെങ്കിൽ, ഭക്ഷണം വാങ്ങണമെങ്കിൽ, നല്ല ഒരു വീട് നിർമ്മിക്കാൻ, മക്കളുടെ പഠനത്തിന്റെ ചെലവ്, അതുപോലെ തന്നെ വസ്ത്രത്തിന്റെ കാര്യങ്ങൾ, ഹോസ്പിറ്റലിന്റെ കാര്യം, അങ്ങനെ ഏതേത് കാര്യങ്ങൾക്കും സമ്പത്ത് ആവശ്യമാണ്. അപ്പൊ സാമ്പത്തികമായ അഭിവൃദ്ധിക്കും നമ്മൾക്ക് 786 തവണ ബിസ്മി ജീവിതത്തിൽ ഉപയോഗപ്പെടുത്താം. പക്ഷേ ഞാൻ പറയുന്നത് പോലെ ചൊല്ലണം. മൂന്നാമത്തെ ഗുണം, ഭയത്തിൽ നിന്നുള്ള മോചനമാണ്. ശത്രുക്കളിൽ നിന്നുള്ള ഭയം, സിഹിർ, കണ്ണേറ്, പിശാച് ബാധ, അങ്ങനെ ഒരുപാട് നമ്മൾക്ക് ഭയപ്പെടുത്തുന്ന കാര്യങ്ങൾ ഉണ്ടാകും. അതിൽ നിന്ന് രക്ഷപ്പെടാനും ഇങ്ങനെ ബിസ്മി ചൊല്ലാവുന്നതാണ്. അതുപോലെ തന്നെ ടെൻഷൻ മാറാൻ, വിഷമങ്ങൾ മാറാൻ, സങ്കടങ്ങൾ മാറാനൊക്കെ ഈ 786 തവണ ബിസ്മി ജീവിതത്തിൽ ഉപയോഗപ്പെടുത്താം. ഓർമ്മശക്തി ഉണ്ടാകാൻ, മക്കൾക്കൊക്കെ പഠനത്തിന് നല്ല ഓർമ്മശക്തി ഉണ്ടാകാൻ, പഠിച്ച കാര്യങ്ങൾ പരീക്ഷയിൽ കൃത്യമായി എഴുതാൻ നമ്മൾക്ക് ഇത് ഉപയോഗപ്പെടും. അതുപോലെ തന്നെ കച്ചവടത്തിൽ ബർക്കത്ത് ഉണ്ടാവാൻ, നമ്മൾ എന്ത് കച്ചവടം തുടങ്ങിയാലും അത് തുടങ്ങുന്ന സമയത്ത് ഞാൻ ഈ പറയുന്ന രൂപത്തിൽ 786 തവണ ബിസ്മി ചൊല്ലുക. അതുപോലെ ദാമ്പത്യ ജീവിതത്തിൽ ഐക്യമുണ്ടാവാൻ, ഭാര്യ ഭർത്താക്കന്മാരുടെ സ്വഭാവം നന്നാവാൻ, ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കാൻ, ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കാനും. 10ാമത്തെ കാര്യം, കള്ളന്മാരിൽ നിന്ന്, കവർച്ചക്കാരിൽ നിന്ന് മോചനം ലഭിക്കാൻ, രക്ഷ ലഭിക്കാൻ. അതുപോലെ 11ാമത്തെ കാര്യം, പേടി സ്വപ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ. ഒരുപാട് ആളുകൾ ഉറങ്ങുന്ന സമയത്ത് പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ കാണുകയാണ് ഉസ്താദെ. പാമ്പിനെ സ്വപ്നം കാണുകയാണ്, സിംഹം നമ്മളെ ആക്രമിക്കുന്ന സ്വപ്നം കാണുകയാണ്, ആന ആക്രമിക്കുന്ന സ്വപ്നം കാണുകയാണ്, മരിക്കുന്ന സ്വപ്നം കാണുകയാണ്, മരിച്ചവരെ സ്വപ്നം കാണുകയാണ്, ഖബർ സ്വപ്നം കാണുകയാണ്. അങ്ങനെ ശരിക്കും ഉറങ്ങാൻ പറ്റാത്തൊരു അവസ്ഥയാണെന്ന് പല ആളുകളും സങ്കടം പറയാറുണ്ട്. അവർക്കും ഇത് ജീവിതത്തിൽ ഉപയോഗപ്പെടുത്താം. അതുപോലെ ഒരുപാട് ആളുകളുടെ പ്രശ്നമാണ് കടമെന്ന് പറയുന്നത്. ആ കടബാധ്യതയിൽ നിന്ന് രക്ഷപ്പെടാനും 786 തവണ ബിസ്മി നമ്മൾക്ക് ഉപയോഗപ്പെടുത്താം. യാത്രകളിലെ സംരക്ഷണം, നമുക്കറിയാം ഇപ്പോൾ ഒരുപാട് ആക്സിഡന്റ് പോലത്തെ അപകടങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, പ്രകൃതി ദുരന്തങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്ന് രക്ഷപ്പെടാനും ഇത് നമ്മൾക്ക് ജീവിതത്തിൽ ഉപയോഗപ്പെടുത്താം. സന്താന സൗഭാഗ്യത്തിന് ഒരുപാട് ആളുകൾ പറയുന്ന ഒരു വിഷമാണ് ഉസ്താദെ, കല്യാണം കഴിഞ്ഞിട്ട് 10 കൊല്ലമായി, 5 വർഷമായി, 7 വർഷമായി, 20 കൊല്ലമായി, ഇപ്പോഴും മക്കളുണ്ടായിട്ടില്ല, ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുകയാണെന്ന്. നിങ്ങൾ ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതോടൊപ്പം തന്നെ ഞാൻ ഈ പറയുന്ന രൂപത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് 786 തവണ ചൊല്ലിക്കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് അതിൻ്റെ ഫലം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും. അതിൽ യാതൊരുവിധ സംശയവും വേണ്ട. കാരണം നമ്മൾ അള്ളാഹുവിൻ്റെ വചനങ്ങളാണ്
നാമാണ് ചൊല്ലുന്നത്. പരിശുദ്ധ ഖുർആനിലെ ഒരു ആയത്താണ് പ്രിയമുള്ളവരെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളത്. അതുപോലെ തന്നെ ഹുസ്നുൽ ഖാത്തിമ, നല്ല മരണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ, ബിസ്മിയുമായി ജീവിതത്തിൽ ബന്ധപ്പെടുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. എപ്പോഴാണ് ഈ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളത് നാം ചൊല്ലേണ്ടത്? ഏറ്റവും നല്ലത് സുബഹിന്റെ ശേഷമാണ്. സുബഹിന്റെ ശേഷം എന്ന് പറഞ്ഞാൽ ഒരു 8 മണിക്ക് 9 മണിക്ക് എന്നല്ല, സുബഹി നിസ്കാരത്തിന്റെ ശേഷം ചൊല്ലേണ്ട ദിക്റുകളും സ്വലാത്തുകളൊക്കെ ചൊല്ലിയതിന് ശേഷം നമ്മൾ 786 തവണ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളത് ചെല്ലാൻ സമയം കണ്ടെത്തണം. അതിനാദ്യം സുബഹി നിസ്കരിക്കണം. പല ആളുകളും സുബഹി നിസ്കരിക്കാതെ ഇങ്ങനെയുള്ള ദിക്റുകൾ ചൊല്ലും. അതുപോലെ തന്നെ മജ്ലിസുകളിൽ പങ്കെടുക്കും, ചികിത്സാകാരികളുടെ അടുക്കലേക്കൊക്കെ പോകും. ഒരു ഫലവും നമ്മൾക്ക് ഉണ്ടാകൂല. ആദ്യം നമ്മൾ സുബഹി നിസ്കരിക്കുക. ഫർള് നിസ്കാരം ഒരിക്കലും ഒഴിവാക്കാൻ പറ്റൂല. റബ്ബിനോട് മറുപടി പറയേണ്ടി വരും. ഇനി സുബഹി നിസ്കാരത്തിന് ശേഷം പല ആളുകൾക്കും സമയം കിട്ടൂല, കടയിലേക്ക് പോകേണ്ടി വരും, അതല്ലെങ്കിൽ മറ്റുള്ള ജോലികളിലേക്ക് തിരിയേണ്ടി വരും. അപ്പൊ പിന്നെ നമ്മൾ ചൊല്ലേണ്ട മറ്റൊരു രണ്ടാമത്തെ സമയമാണ് രാത്രി ഉറങ്ങുന്നതിന്റെ മുമ്പ് നമ്മൾ ചൊല്ലി തീർക്കുക. ഒരു സമയത്ത് തന്നെ ചൊല്ലി തീർക്കണം. 100 പ്രാവശ്യം ഒരു പ്രാവശ്യം ചൊല്ലി പിന്നെ കുറേ കഴിഞ്ഞ് കുറേ സംസാരിച്ച് കുറേ ഈബത്തും നമീമത്തൊക്കെ പറഞ്ഞ് പിന്നെ 200ാമത്തെ പ്രാവശ്യം ചൊല്ലി പിന്നെ 300ാമത്തെ പ്രാവശ്യം ചൊല്ലി, അങ്ങനെ പറ്റൂല. ഒറ്റ അടിക്ക് ഇരുന്ന ഇരിപ്പിൽ തന്നെ 786 തവണ ബിസ്മി ചൊല്ലേണ്ടതുണ്ട്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ ചൊല്ലേണ്ട സമയം ഞാൻ ഓർമ്മപ്പെടുത്തി. സുബഹി നിസ്കാരത്തിന്റെ ശേഷം, അതല്ലെങ്കിൽ ഉറങ്ങുന്നതിന്റെ മുമ്പായി ചൊല്ലി തീർക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ചൊല്ലുമ്പോൾ എങ്ങനെങ്കിലും ചൊല്ലാൻ പറ്റൂല. ചൊല്ലുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്നാമത്തെ കാര്യം ഉളു എടുക്കുക എന്നുള്ളതാണ്. ഉളു, നമ്മൾ എന്ത് നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഉളു എടുക്കൽ വളരെ പ്രധാനപ്പെട്ടതാണ്. രണ്ടാമത്തെ കാര്യം ഖിബിലയിലേക്ക് തിരിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ മൂന്നാമത്തെ കാര്യം, നമ്മൾ ബിസ്മി ചൊല്ലുന്നതിന്റെ മുമ്പ് 11 പ്രാവശ്യം നമ്മൾക്ക് അറിയുന്ന ഏത് സ്വലാത്ത് ആയിക്കോട്ടെ, സ്വലാത്തുൽ ഫാത്തിഹോ ഫാത്തിമിയ സ്വലാത്തോ അതെങ്കിലും സാധാരണ നമ്മൾ ചൊല്ലുന്ന സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നുള്ള സ്വലാത്തോ 11 പ്രാവശ്യം നമ്മൾ ചൊല്ലുക. അങ്ങനെ 786 തവണ ചൊല്ലിയതിന് ശേഷം വീണ്ടും ഒരു 11 പ്രാവശ്യം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് സ്വലാത്തും 11 പ്രാവശ്യം ചൊല്ലുക. അതിനുശേഷം അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്യുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. എത്ര പ്രാവശ്യമാണ് നമ്മൾ ഇങ്ങനെ ചെയ്യേണ്ടത്? തുടർച്ചയായി 7 ദിവസമാണ് നമ്മൾ ചൊല്ലേണ്ടത്. 3 ദിവസം ചൊല്ലുക, ഫലം കണ്ടിട്ടില്ലെങ്കിൽ പിന്നെ 6 ദിവസമാക്കുക, പിന്നെ 7 ദിവസമാക്കുക. ഇൻഷാ അല്ലാഹ് ഫലം കണ്ടിരിക്കും, അതിൽ യാതൊരുവിധ സംശയവും വേണ്ട. ഇതൊക്കെ ആരിഫീങ്ങൾ മഹാന്മാർ അവരെ കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അള്ളാഹു ബിസ്മിയുടെ ബറക്കത്ത് കൊണ്ട് നമ്മളെ ജീവിതത്തിൽ സന്തോഷം നൽകട്ടെ, സമാധാനം നൽകട്ടെ, റാഹത്ത് നൽകട്ടെ, എല്ലാ ബുദ്ധിമുട്ടുകളും അകറ്റി തരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.